നമസ്തേ, ധന്യാണ് കേട്ടോ. വീണ്ടും ഒരു ആന്ധ്ര സ്റ്റൈൽ റെസിപ്പി. ഇന്ത്യൻ മിർച്ചി ബജീസ് വേൾഡ് ഫേമസ് ആണ്. എരിവില്ലാത്ത മുളക്, വലിയ വലിപ്പമുള്ള മുളക് കൊണ്ടുണ്ടാക്കുന്ന ബജീസ്, ഫ്രിറ്റേഴ്സ് വേൾഡ് ഫേമസ് ആണ്. പക്ഷെ പലതരത്തിലുണ്ട്. ചില്ലി ബജീസ്, മിർച്ചി ബജീസ് പറഞ്ഞാൽ ഫില്ലിങ് ഒട്ടും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള മിർച്ചി ബജീസ് ഉണ്ട്. എന്നാൽ കുക്ക്ഡ് ആയിട്ടുള്ള പൊട്ടാറ്റോസും ബാക്കി വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് കുക്ക്ഡ് ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള മിർച്ചി ബജീസ് ഉണ്ട്. ആന്ധ്ര മിർച്ചി ബജീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ റോ ഫില്ലിംഗ് ആണ് വരുന്നത്, റോ വെജീസ് ഫില്ലിംഗ് ആണ് വരുന്നത്. എസ്പെഷ്യലി അത് നോർമലി അത് ഒണിയൻ, സിലാൻട്രോ, നമ്മുടെ കൊറിയാൻഡർ ലീഫ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഏറ്റവും മിർച്ചി ബജീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആന്ധ്ര സ്റ്റൈൽ മിർച്ചി ബജീസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സീസൺ തുടങ്ങുന്നുണ്ട് കേട്ടോ. കടകളിലൊക്കെ വന്നു തുടങ്ങി. നല്ല ഇളം പച്ച കളറിലുള്ള, ഇളം പച്ച മഞ്ഞ കളറിലുള്ള, നീളത്തിലുള്ള, കുറച്ച് തടിയുള്ള ചില്ലീസ്, എരിവ് ഒട്ടും ഇല്ലാത്ത ചില്ലീസ് വേഗം പോയി വാങ്ങിക്കോളൂ. ആദ്യം നമുക്ക് ഈ മുളകൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഒരു വശം മാത്രം കീറി, മുഴുവനായിട്ട് കീറരുത്, ഒരു വശം മാത്രം കീറി അതിനുള്ളിൽ അരിയൊക്കെ എടുത്ത് മാറ്റാം. എൻ്റെ കൈ വിറയ്ക്കുന്നത് എനിക്ക് എസെൻഷ്യൽ ട്രെമർ എന്നുള്ളൊരു ഹെൽത്ത് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ്. അറിയാം, കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ക്ലിപ്പ് എങ്ങനെ ചെയ്യാതെ പറ്റില്ല. ഇപ്പോൾ അത് കണ്ടോ, ഒരു പോക്കറ്റ് പോലെ ഉണ്ടാക്കി ഉള്ളിലെ സീഡെല്ലാം ഒഴിവാക്കി എല്ലാ ചില്ലീസും റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ട മാവ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. എന്തിനാ 1.5 കപ്പോളം എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു മുളക് മുഴുവനായിട്ട് മുങ്ങണമല്ലോ, നല്ല വലിപ്പമുള്ള മുളകല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ മാവ് ബാക്കിയില്ല. ഇതിനു വേണ്ടി ഏകദേശം 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൊടി എടുത്തിട്ടുണ്ട്. കളറ് വരുത്താൻ വേണ്ടിയിട്ടാണത്. ഇനി ബാറ്ററിന്, അത് കൂട്ടിയുന്ന മാവിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എടുത്താൽ മതി. ഇനി കുറച്ച് ഉപ്പും വേണം, ഒരു 2 മുള്ള് മല്ലിയിലയും വേണം. ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് അതത് പൊടിയെ ആശ്രയിച്ചിരിക്കും. ഇത് പല കണ്ടീഷനിലൂടെ വരുന്നതാണ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു പാകം കാണിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഞാൻ വെള്ളം 1 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സർ വെച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടോ ദോശ ബാറ്ററിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പരുവത്തിലാവും. കാണിക്കാം കേട്ടോ. അപ്പം കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതായിപ്പോൾ ഈ ബാറ്ററിൻ്റെ പരുവം കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് നമ്മൾ ബജ്ജി ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇതിൽ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നേരത്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കട്ടിയാവും. ആ സമയത്ത് കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചട്നി ഒന്ന് റെഡിയാക്കാം. ആദ്യം ഇത് കുറച്ച് പുളിപ്പും എരിവും മധുരവും ഒക്കെ ഉള്ള ഒരു ചട്നിയാണ്. ഉണ്ടാക്കാൻ ഈസിയാണ്, പക്ഷേ ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതിനാദ്യം നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്.
ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 250 ml വരും കേട്ടോ. 250 ml ഗ്ലാസ്സിൽ നിറയേണ്ടത്. പുളിവെള്ളം എത്ര ലൂസാണെന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഏകദേശം 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഏകദേശം അല്ല, 100-ൽ കുറച്ചധികം ഉണ്ടാവും. ഇതല്ലാതെ നമുക്ക് സ്വീറ്റ്നെസ് കുറച്ച് ഏറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഷുഗർ ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകം, പിന്നെ ജീരകം താളിക്കാനുള്ള സൺഫ്ലവർ ഓയിൽ. ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇനി നമുക്ക് ചട്നി പ്രിപ്പയർ ചെയ്യാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതപ്പോൾ ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് എരിവുണ്ട് കേട്ടോ, കാശ്മീരി അല്ല, നമ്മൾ നോർമൽ മുളക് പൊടിയാണ്. പുളി മുളകിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു തിളച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇതിലേക്കുള്ള ഡേറ്റ്സിൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ പുളിയുടെ പച്ചമണം കറക്റ്റായിട്ട് മാറിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പുളിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ള അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഉപ്പും എരിവും ഒന്നും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും ശരിയാവില്ല എന്നുള്ളൊരു കളിയാണ് പുളിക്ക്. അപ്പോൾ ഉപ്പും എരിവും പുളിയും ഒരേപോലെ നിന്നില്ലെങ്കിൽ ഭയങ്കര ബോറായി പോവും ഈ ഒരു ചട്നി. ഇടയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ. നമുക്ക് ഏത് പാകത്തിനാണോ ചട്നി വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇതൊന്ന് ഇരുന്ന് തണുക്കും തോറും ഇതിൻ്റെ നിറവും കൂടും, കുറച്ച് കട്ടിയും കൂടും. അതൊന്ന് ശ്രദ്ധിക്കണേ. വേണ്ടപ്പോൾ നിങ്ങൾ ചട്നി സെർവ് ചെയ്യാൻ വേണ്ട നേരത്ത് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുത്താലും മതി. കൺസിസ്റ്റൻസി കുറച്ച് ലൂസായി വേണമെന്നുണ്ടെങ്കിൽ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ ഒരു 10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾ ഡേറ്റ്സിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്യണേ. ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഒന്ന് കുക്കാവുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് ഒന്നുകൂടി എൻഹാൻസ് ആവും. അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഡേറ്റ്സിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ 2 തവണയും കൂടി ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, 1 തവണ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം. എളുപ്പമുള്ള ചട്നിയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം പെട്ടെന്ന് ശരിയായി എന്ന് വരും, ചിലപ്പം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പുളി, നമ്മൾ പൊടിച്ചെടുത്ത ചുവന്ന മുളകിൻ്റെ എരിവ്, മധുരത്തിൻ്റെ അളവ് എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കും. ഉപ്പ് പിന്നെ എങ്ങനെയായാലും നമുക്കറിയാം, ഒരു കണക്കിന് ഇടാൻ എല്ലാ ഉപ്പും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പും കൂടി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് ഈ ചട്നി ശരിയാക്കുക. ഈ ചട്നി ഇപ്പോൾ ശരിയായിട്ടുണ്ട്, നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ബജിയുടെ കാര്യങ്ങൾ നോക്കാം. ബജി ഫ്രൈ ചെയ്തെടുക്കുക ഈസി ആണെങ്കിലും ബജി ആ മുളകിനെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ സ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അരിയെല്ലാം മാറ്റി ഇനി അതിനൊരു ചെറുതായിട്ടുള്ള സോൾട്ട് കൊടുക്കണം. അതിനുവേണ്ടി ബാറ്ററിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ബാറ്റർ വരുന്നത് എവിടെയാണ്? പുറം ഭാഗത്താണ്. പുറം ഭാഗത്താവുമ്പോൾ ഉപ്പ് അതിലേക്ക് നേരിട്ട് പെട്ടെന്ന് കയറി പിടിക്കില്ല. നമ്മൾ ആ ഫ്രൈ ചെയ്ത് എടുക്കുന്ന നേരം കൊണ്ട് കയറി പിടിക്കില്ല. അതിന് വേണ്ടിയിട്ട്
മുളകിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ച സ്ലിറ്റിനുള്ളിൽ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതാ ഇതുപോലത്തെ എരിവില്ലാത്ത നീളത്തിലുള്ള കുറച്ച് നല്ല പച്ച കളറിലുള്ള മുളകും ഇപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ബജി ഉണ്ടാക്കാം കേട്ടോ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇപ്പം ഇവിടെ ഈ മുളകിനുള്ളിൽ ഞാൻ കൊടുക്കുന്നത് പുളിവെള്ളവും കുറച്ച് ചാറ്റ് മസാലയാണ് കേട്ടോ. ഇപ്പം ഇത് കടലമാവിലേക്ക് ഞാൻ അര ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ദോശമാവിനേക്കാളും കുറച്ച് കട്ടി വേണം ഫൈനൽ അതിൻ്റെ കൺസിസ്റ്റൻസി എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഇനി വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ മുളക് ബജി ഫ്രൈ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പാന് അത് നല്ല ഡീപ്പായിരിക്കണം. എന്നാലേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് അതിന് മുളകിനെ ഡിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലൊരു അയൺ വോക്ക് ഉണ്ട്. നല്ല കുഴിവുള്ള ഒരു പാനാണ്. നൂഡിൽസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാനാണ്. അതാണ് ഞാൻ എടുക്കുന്നത്. അത്രയും എണ്ണയും വേണം കേട്ടോ. എണ്ണയും ഈ കുഴിവുള്ള പാനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ മാവ് കുറച്ച് അതിലേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോൾ അത് അടിയിലേക്ക് പോവാതെ മേലെ തന്നെ പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇനിയിപ്പം നമുക്ക് ബജി മുക്കി അതിനകത്തേക്ക് ഇടാം. ഇങ്ങനെ ഓരോരോ മുളകായിട്ട് എടുത്തിട്ട് മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നേരെ ഓയിലിലേക്ക് ഇടാം. ഇങ്ങനെ എല്ലാ മുളകും ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കുമ്പോൾ പുറത്തുള്ള മാവിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ അത് പാകമാവും. അതൊരു ചെറിയൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ പുറത്തേക്ക് എടുക്കുക, എണ്ണയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇപ്പം ഇതാ മുളകെല്ലാം വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കുമ്പോഴേക്കും നമ്മൾ അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇതിന് ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, നമുക്കൊരു 3 മീഡിയം സൈസ് വല്യുള്ളി നുറുക്കായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ വേണ്ടത് ഏകദേശം 1 കപ്പോളം മല്ലിയില മുഴുവനായിട്ടും വേണ്ട. അത് ഉള്ളിയുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ ഇടുള്ളൂ. പക്ഷേ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ആംചൂർ പൗഡർ എടുക്കാം. ചാറ്റ് മസാലയായിരിക്കും കൂടുതൽ ടേസ്റ്റി. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. നല്ല പുളിപ്പുണ്ടാവും ആ പൗഡറിന്. ഇത് കടകളിലൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. മല്ലിയില മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാലയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ ഫില്ലിങ്ങും മുളക് ബജിയും റെഡിയാണ്. ഇനി ഈ ഫില്ലിങ് നമുക്ക് അതിലേക്ക് നിറച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള ആ സ്ലിറ്റ് അതിലൂടെ ഒന്ന് കത്തി വെറുതെ ഒന്ന് ഓടിച്ചാൽ മതി. ആ സ്ലിറ്റ് ഓപ്പണായി വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് വേഗം നിറച്ചു കൊടുക്കാം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നിറയ്ക്കുക കേട്ടോ, അവരവരുടെ കംഫർട്ടബിലിറ്റി പോലെ. ഈ ഒരു റെസിപ്പിക്ക് ഞാൻ വലിയ താങ്ക്സ് പറയുന്നത് സെക്കൻഡറാബാദിലുള്ള എൻ്റെ ഫ്രണ്ട് പ്രണതിയുടെ അമ്മയ്ക്കാണ്. ആൻറ്റി ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തന്നു. ഞങ്ങളത് വയറ് നിറയെ കഴിച്ചു. അത്രയ്ക്കും ഒരു ചെറിയ എരിവുണ്ടായിരുന്നു ആ മുളകിന്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കും ആൻറ്റിക്ക് എപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എനിക്കും അതുപോലെ തന്നെയാണ്. ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും പ്രണതിയായിട്ട് ടച്ച് ഉണ്ട്. അപ്പോൾ താങ്ക് യു പ്രണതി, താങ്ക് യു ആൻറ്റി. ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട സ്പൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യാം കേട്ടോ. അതിലൊന്നും പ്രോബ്ലം ഇല്ല.
ഇനി ഒരു നല്ല ചായയുടെ കൂടെ അത് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇപ്പം സീസണാണ്, മറക്കണ്ട, വാങ്ങാൻ മറക്കണ്ട. മറ്റേ ആ ചെറിയ മുളകും ഇപ്പോൾ അവൈലബിൾ ആണ്. സ്റ്റോറിൽ പോയി നോക്കോളൂ, കിട്ടും. ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് പറയണേ. കമൻറ്റ്, ഷെയർ, ലൈക്ക് ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ. Happy and healthy food.